ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കപ്പയും മീനും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പലഹാരത്തിന് ആവശ്യമുള്ള സാധനം ഏറ്റവും ആദ്യം വേണ്ടത് കപ്പയാണ്. ഒരു 1/2 കിലോ കൂടുതൽ വലിയൊരു കപ്പയാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വേവുന്ന കപ്പ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ വിഭവം നമുക്ക് നല്ല രീതിയിൽ ബോളാക്കി ഉരുട്ടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കപ്പ 1/2 കിലോ കപ്പയ്ക്ക് 2 അയിലയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മധുരമില്ലാത്ത റസ്കിന്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, വെളിച്ചെണ്ണ, ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണവും കുടംപുളിയും. ഇനി കുക്കറിലേക്ക് നമ്മൾ കപ്പ എടുത്തിട്ട് നന്നായി വെന്തുടയുന്ന കപ്പയായിരിക്കണം, എങ്കിൽ മാത്രമേ അത് പാകത്തിന് തയ്യാറാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് 3 വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാം, എങ്കിൽ മാത്രമേ നന്നായി വെന്ത് ഉടഞ്ഞു കിട്ടുകയുള്ളൂ. കുക്കർ തുറന്നു നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനകത്ത് വെച്ച് തന്നെ ഉടച്ച് നമുക്കതിലോട് ചേർത്തെടുക്കാം. ഈ കപ്പ മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, 1 കഷ്ണം കുടപ്പുളി, പച്ചമുളക്, ഉപ്പ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യാം. മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൂടി ഇട്ട് മീൻ വെന്ത് കിട്ടുന്നതുവരെ നമുക്കൊന്നത് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ആ പച്ചമുളകും കുടപ്പുളിയും കൂടി എടുത്ത് ഒന്ന് മാറ്റി വെക്കാം. മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു ബൗളിലേക്ക് ഈ മീൻ നമുക്ക് മാറ്റി വെക്കാം. ഇതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്ത്
എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും.